സിജോയോട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് നമ്മളുടെ ക്ലാരിറ്റി കപ്പിൾസ്. ക്ലാരിറ്റി കപ്പിൾസിന് ക്ലാരിറ്റി ഇല്ലായ്മയിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ഈ വർഷത്തെ സീസൺ കടന്നു പോവുകയാണ്. എന്താണ് അവരുടെ ക്ലാരിറ്റി കുറവ്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ആക്ച്വലി ജാസ്മിൻ എന്ന കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലേ? അങ്ങനെ ഒരു വീഡിയോ ഒരാൾ ഇറക്കി ചെയ്തിരുന്നു, കാലാട്ടുന്നു. ഇന്ന് നോക്കുമ്പോൾ അൻസിബ അതിനേക്കാൾ സ്പീഡിൽ കാലാട്ടുന്നുണ്ട്, ശ്രീതുവും കാലാട്ടുന്നുണ്ടായിരുന്നു. ഈ കാലാട്ടുന്നതും അത്യാവശ്യം ആക്റ്റീവായിരിക്കുന്നതും കൈയാട്ടുന്നതും ഇങ്ങനെ ഇരുന്ന് ആടുന്നതും ഒക്കെ തന്നെ എന്തോ പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഹൈപ്പർ ആക്ടിവിറ്റി എന്നല്ല പറയുക. ടെൻഷൻ കയറുമ്പോഴും പലരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഏതായാലും അതല്ലാതെ തന്നെ ജാസുവിനൊരു പ്രശ്നമുണ്ട്. ജാസുവിന് വിവാഹം കഴിക്കണം. നിർബന്ധപൂർവ്വം ഇതാരും ചെയ്തു കൊടുക്കുന്നില്ല. വീട്ടുകാർക്ക് ആ ബോധം വരണം. മകൾക്ക് വിവാഹപ്രായമായി, മകൾ വിവാഹം ആഗ്രഹിക്കുന്നുണ്ട്, മകളെ കെട്ടിച്ചു വിടണമെന്ന് അപ്പനിക്ക് തോന്നാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് മകളായിട്ട് തന്നെ ഒരുപാട് പേരെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ പ്രായമല്ല, 23 വയസ്സുള്ള പ്രായത്തിൽ അവൾക്ക് സെലക്ഷനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എത്ര പേരെ സെലക്ട് ചെയ്താലും ഒന്നും അങ്ങോട്ട് ആപ്റ്റ് ആവുന്നില്ല. അത് അവളുടെ മിസ്റ്റേക്കല്ല, അവളുടെ പ്രായത്തിൻ്റെ മിസ്റ്റേക്കാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇന്ന് സിജോ ചോദിച്ച കുറേയധികം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. സിജോ ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ പ്രണയമാണ്, അത് ഞങ്ങൾ സിജോയോട് എന്തിനു പറയണമെന്ന്. ഒന്നുകിൽ സിജോ മിണ്ടാതെ എഴുന്നേറ്റ് പോകണം. മാന്യത അതാണ്. പിന്നെ അയാൾക്ക് ഇങ്ങനെയുള്ള ഗോസിപ്പൽ സ്റ്റോറീസ് ചെയ്താണ് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ വളരെ കാര്യമായിട്ടിരുന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ശരണ്യക്കിട്ടൊരു താങ്ങ് കൊടുക്കുന്നുണ്ട്. അതായത് പുള്ളിക്ക് ശരണ്യയിലൊരു നോട്ടമുണ്ട്. ആ നോട്ടം കൃത്യമായി അവിടെ പറയുന്നുണ്ട്, എനിക്ക് ശരണ്യയുടെ ഒരു ക്രഷ് ഉണ്ട്. ആ ക്രഷിനെ പറ്റിയൊക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചെറിയ രീതിയിൽ എനിക്ക് മനസ്സിലായത് ഇവർക്ക് തമ്മിലൊന്നുമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇവർക്ക് തമ്മിലുണ്ട്, പക്ഷേ ഇത് പുറത്തു പറയാൻ ഒക്കത്തില്ല. പുറത്തു പറഞ്ഞാൽ പുറത്തുള്ളവരുടെ പൊങ്കാലയും ഇപ്പോൾ നിൽക്കുന്ന കുറേ അധികം ഇസ്ലാമികമായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കൂടെ നഷ്ടപ്പെടുമെന്ന് തോന്നലാണ് പുള്ളിക്കാരി ഇത് പുറത്തു പറയാത്തത്. ആക്ച്വലി അവൾ മാഡിലി അവനുമായിട്ട് ലവിലാണ്. അതാണ് ക്ലാരിറ്റി. നമുക്കത് മനസ്സിലായി, എനിക്കത് മനസ്സിലായി. കാരണം ഞാൻ പറഞ്ഞില്ല, മുൻപൊരു യൂട്യൂബർ ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിക്കളി, അതായത് ഞവുടിക്കളിയെ പറ്റി ഒരു വിവരണം തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഞവുടിക്കളിയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സോ ഒബിയസ്. വിവാഹം കഴിക്കാനാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും, പ്രേമിക്കാനാണെന്ന് വെച്ചാൽ അല്ല എന്ന് പറയും, സൗഹൃദമാണെന്ന് വെച്ചാൽ ആണെന്ന് പറയും. പിന്നെ പുള്ളിക്കാരത്തിയുടെ ഒരു ഡൗട്ട്, പുള്ളിക്കാരത്തി എന്നൊരു വേർഡ് കുറ്റമാണെന്ന് എനിക്കറിയത്തില്ല. അതങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ അതിൻ്റെ ഒരു ഡെപ്തൊന്നും എനിക്കറിയത്തില്ല. എനിവേ, അവൾ ആദ്യം, അതായത് കയറി 4-ാം ദിവസമാണ് ഇവർ ഈ പ്രണയ നില തുടങ്ങിയത്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അവൾക്ക് ഫീൽ ചെയ്തത് ഒരു കണ്ടസ്റ്റൻറ്റ്, അത്രയേ ഉള്ളൂ. പക്ഷെ 2-ാമത്തെ ദിവസമായപ്പോൾ അവളുടെ പൊന്നു, അതായത് ഒരു കൊച്ചു ചെറുക്കൻ വീട്ടിലുണ്ട്, ആ പയ്യൻ്റെ സഹോദരൻ, അവൻ്റെ ഒരു ടേമാണെന്ന് പൊന്നുവിനെന്ന് പോകുന്നത്. പൊന്നുവാണ്, അങ്ങനെ ഒരു ടേം വന്നു, കുഞ്ഞുവാവയായിട്ട് തോന്നി. പിന്നീട് നോക്കുമ്പം അഫ്സലിൻ്റെ ചായ വന്നു. പിന്നീട് നോക്കുമ്പം ഇനിയുള്ള ആൾ ഇതാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചു. അതാണ് ക്ലാരിറ്റി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായതാണ് മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുടെ ക്ലാരിറ്റി. അവർ തമ്മിൽ പ്രേമം തന്നെ, പുറത്ത് പറഞ്ഞ പ്രശ്നം. ഗബ്രിക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാതെ പാടുപെടേണ്ടി വരും. പക്ഷേ ഈ പറയുന്ന ജാസുമൊക്കെ ആ പ്രശ്നമില്ല, വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യും. അതൊന്നും ഒരു പ്രശ്നമില്ല. അത് നമ്മളങ്ങനെയാണ്. നമ്മൾ തിരുവനന്തപുരം, കൊല്ലത്ത്, തെക്കോട്ടും വടക്കോട്ടും തെക്കോട്ടുള്ളവർക്കൊക്കെ അത്യാവശ്യം ഇലിമിൻ്റെ വെട്ടം കുറവാണ്. നമ്മളിങ്ങനെ തലയിലൊക്കെ തട്ടിട്ട് ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുമെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇലിമൊന്നുമില്ല. അത് നിങ്ങളിപ്പോൾ കണ്ടില്ലേ. നാളെ ഈ ജാസു മുമ്പ് എന്താ പറഞ്ഞത്, ഞാൻ ശ്രേ അടിക്കത്തില്ല, ഞാൻ ഇസ്ലാമിയരാണ്, അതിന് ഇസ്ലാമിൻ്റെ ഗുണാഫിക്കേഷനാണ്, എനിക്ക് ശ്രേ അടിച്ചുകൂടാം. ഇവിടെ തെക്കുള്ള ഒരു ഉസ്താദും പറഞ്ഞു കൊടുക്കത്തില്ല ശ്രേ അടിക്കേണ്ടെന്ന്. അത്ര അടിക്കുന്നതിന് ഇപ്പോൾ എന്തോ അത്ര ഇടാത്ത ആരെങ്കിലും ഉണ്ട്? അതൊക്കെ സ്പ്രേയും അത്ര തമ്മിൽ എന്തോ വ്യത്യാസം? രണ്ടും മണമുള്ള വസ്തു തന്നെയല്ലേ. അട്രാക്റ്റ് ചെയ്യരുത് മറ്റുള്ള, അതായത് അവിഹിതങ്ങൾ പാടില്ല, അത്രയേ ഉള്ളൂ. ഒരു പുരുഷൻ അടങ്ങി ആ പുരുഷൻ അടങ്ങി ജീവിക്കണം എന്നൊക്കെയാണ് ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. അത് മോള് കേട്ടില്ല, പക്ഷേ ശ്രേയുടെ കാര്യം കേട്ടു. ശ്രേ അടിച്ചാൽ പ്രശ്നം, മനസ്സിലായില്ലേ. ഏതായാലും കൊള്ളാം. അതനുസരിച്ചിട്ട് ഇലിമിൻ്റെ ബെട്ടം കയറി എന്നുള്ള രീതിയിൽ തലയിൽ തട്ട് വിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വീഡിയോ ഇട്ടുള്ള ഒരു പുതിയ ഫാഷൻ തലയിൽ ഒരു അമ്മിച്ചി കെട്ടിക്കൊണ്ട് പുള്ളിക്കാരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഞാനിത് കൗതുകത്തോടെ നോക്കിക്കൊള്ളൂ. സത്യമായിട്ട് ഒട്ടും സൂട്ട് ചെയ്യുന്ന ഒരു തലക്കെട്ടല്ല ആ പെണ്ണിൻ്റെ അത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇസ്ലാമിയത്ത് ഊന്നി പിടിക്കുമ്പോൾ, അതിങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിയത്തിനെ വിട്ടൊരു കാര്യം ചിന്തിക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഇസ്ലാമിയത്തുണ്ട്. അപ്പോൾ ഇസ്ലാമിയത്ത് പറഞ്ഞിട്ടാണ് ഈ 1 മില്യൺ സബ് അടിച്ച് കയറ്റിയത്. ഇനിയിപ്പോൾ ഇസ്ലാമിയത്തിൻ്റെ പ്രശ്നം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇസ്ലാമിയർ തിരിഞ്ഞു നിന്നിട്ട് അടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരത്തി ഇത് ഓപ്പണായിട്ട് പറയാത്തത്. അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവരാരും തലയിൽ തട്ടമൊന്നും ഇടുന്നില്ല. ഇസ്ലാമിയത്തൊന്നും ഈ പറയുന്ന ബിഗ് ബോസിൽ വലിയ കാര്യമല്ല, അത് വലിയ ഇമ്പോർട്ടൻസ് അല്ല. പക്ഷേ ഇസ്ലാമിക രീതികൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് പ്രശ്നമാണ്.
സഹിഷ്ണുത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അതിനകത്തുള്ള ഒരെണ്ണം പോലും നിസ്കരിക്കുകയോ ആ രീതിയിൽ ഒരു ടേമോ ഇല്ല. ഇസ്ലാം പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എന്തായാലും ഇസ്ലാം ആക്രമിക്കത്തില്ല, അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല, അതൊക്കെ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ഇസ്ലാമികമായ ഒരു കാര്യം കൊണ്ട് നടക്കുന്നില്ലല്ലോ. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാം, പുറത്തേക്ക് വരുമ്പോൾ അഫ്സൽ ഇക്കുക്ക ഡിമാൻഡ് ചെയ്യുന്നത് ക്യാഷ് ആണെങ്കിൽ പെടും പെണ്ണ്. അതായത് ഇത്രയും ഒരു 7 മാസം കൊണ്ട് ഏതാണ്ട് ഒരു 10-50 ലക്ഷത്തോളം പെണ്ണ് അടിച്ചു മാറ്റിയിട്ടുണ്ടാവാനാണ് ചാൻസ്. ചിലപ്പോൾ കാറ് പോലും അങ്ങേരുടേതായിരിക്കും, വാങ്ങിച്ചു കൊടുത്തതായിരിക്കും. എന്തെന്നാണ് നമുക്ക് പുറത്തുനിന്ന് അല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം മോതിരം തൊട്ടിഞ്ഞൊട്ട് സാമാനങ്ങളൊക്കെ കൊടുക്കും. വളയിടൽ എന്ന് പറയുമ്പോൾ, എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ വളയിടൽ എന്നൊരു പ്രോഗ്രാമാണ്. അതിനകത്ത് അത്യാവശ്യം ജുവൽസൊക്കെ കൊടുത്താണ്. ഇതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ തിരിച്ചു കൊടുക്കാതിരിക്കാൻ അഫ്സൽ ഇക്കുക്കായെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ ഇത് സൈഡും അത് മെയിനും, ഇത് സൈഡ് കോഴ്സോ അത് മെയിൻ കോഴ്സോ ആയിട്ട് വെച്ചേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചേക്കാം എന്നും ഒരു പ്ലാനുണ്ട്. ആകെ മൊത്തത്തിൽ തരികിടകൾ 2 എണ്ണം. അവർക്ക് ക്ലാരിറ്റി ഉണ്ടാകാതിരിക്കുന്നതാണ് അവർക്ക് 2 പേർക്ക് സേഫ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. 2 പേർക്കും ഫിസിക്കൽ ഇഷ്യൂസാണ്. 2 പേരെയും എമർജൻസി ആയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ഡീസൻ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എമർജൻസി കല്യാണം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മസാജിങ് സെൻറ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അയച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഈ ക്ലാരിറ്റി 100 ദിവസം ആയാലും ക്ലാരിറ്റി ഇല്ലായ്മയിൽ തന്നെ നിൽക്കും. പിന്നെ ഇപ്പോൾ അടിപെടുന്ന കുറേ ന്യൂസുകളൊക്കെ വെച്ച് നോക്കുമ്പം അത്ര ഭ്രാന്തമായ ഒരു കടി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം ബിക്കോസ് ഒരു കടിശമനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ നമുക്കിത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. അതും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുടെ ക്ലാരിറ്റിയാണ്. ആകെ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായി ഇത് ക്ലാരിറ്റി ഇല്ലായ്മയാണ്. സിജോയോട് പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ ഗഹനമായി ചിന്തിക്കണം. ഞാൻ പറയട്ടെ പറഞ്ഞു തീരത്തില്ല. ഇത് എനിക്കും തീരത്തില്ല പറഞ്ഞു ഒരുപാട് പറയാനുണ്ട്. സിജോ ചോദിച്ച ചോദ്യം വളരെ ആപ്റ്റാണ്. പുറത്ത് നിങ്ങൾക്ക് നെഗറ്റീവാണ്. അതിപ്പോൾ നമ്മൾ പറയാൻ പറ്റും, ഇതെൻ്റെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു സമയത്ത് എൻ്റെ ഒരു സാഹചര്യം അതാണ്. അപ്പോൾ ഇവൻ പുറത്തു പോയാൽ നീ കളിക്കുമ്പോൾ അത് ഓക്കെ, പെട്ടെന്ന് തന്നെ അവൾക്ക് വിജിലൻ്റായി. എടാ ഇവൻ പറഞ്ഞു കൊടുക്കുന്നതിൽ അവനെ പറഞ്ഞ് തിരിപ്പിക്കുന്നതാണ്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞാൽ ഇവനത് ഓക്കെ ആക്കും. അപ്പം പ്രശ്നം വരും. അതായത് സിജോ ചോദിക്കുന്ന ചോദ്യം വളരെ ജെന്യൂനാണ്, ആപ്റ്റാണ്. ഇവിടെ ഗബ്രി ഉള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് കൃത്യമായി ആക്ട് ചെയ്യാൻ പറ്റാത്തത്? യെസ് എന്ന് അവൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഗബ്രിക്ക് അത് കിട്ടിയില്ല. ആ സമയം അവൻ കോട്ടുപോയിടുക, അവന് ഉറക്കം വന്ന്. അല്ലെങ്കിൽ അവനത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായേനെ. പക്ഷെ അവനത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ജാസ്മിൻ ഗബ്രിയെയും പറ്റിക്കുകയാണ്. കാര്യങ്ങൾ നടന്നു പോകണം, എങ്ങനെയെങ്കിലും ഗപ്പടിക്കണം, 50 ലക്ഷം രൂപ കിട്ടണം. ഈ 50 ലക്ഷം രൂപ കിട്ടിയിട്ട് പിന്നെ മാരാരി കിടന്ന് തേയുന്ന കണക്ക് തേയേണ്ടി വരുമെന്ന് കൊച്ചൊക്കെ അറിയത്തില്ല. അതാണ് പ്രശ്നം. ഗബ്രിക്ക് പതിയാണ് മനസ്സിലായത്. 50 ദിവസം ആകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗബ്രിക്ക് മനസ്സിലായത് താൻ യൂസ് ചെയ്യപ്പെടുകയാണെന്ന്. അവൻ അതുവരെ വിചാരിച്ചിരുന്നത് അലുവ കഷ്ണം പോലൊരു സാധനത്തിനെ ഞാൻ യൂസ് ചെയ്യണമെന്ന്. പക്ഷെ നേരെ തിരിച്ചാണെന്നുള്ളത് ഇന്നത്തെ ആ ഒരു സംസാരത്തിൽ തന്നെ മനസ്സിലായി. 2 പേർക്കും പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജയിൽ നോമിനേഷനിൽ കപ്രിയെ എടുത്തിട്ട് സായി എണ്ണ നടുവൊടിഞ്ഞത് മുന്നേ പുറത്തേക്ക് വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? അഥവാ ഈ ഒരു വിഷയം അവൾക്ക് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, സായിയാണ് അതിൻ്റെ ചരട് വലിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സായി അതിനകത്തിട്ട് അവൾ ശരിയാക്കി വിടും. അതുകൊണ്ടാണ് നട്ടല് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ആശുപത്രി പോയിട്ട് പോരുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നട്ടല് പൊട്ടിയിട്ട് വരുന്നതന്നെ പിന്നെ നട്ടല് ചവിട്ടി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതും ഒരു പോയിന്റാണ്. സിജോ ചോദിച്ച ചോദ്യത്തിന് പ്രോപ്പർ ആൻസർ കൊടുക്കാതെ അങ്ങും താങ്ങി ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിറ്റി കപ്പൽ ഒഴിഞ്ഞു മാറുമ്പോൾ എനിക്ക് മനസ്സിലായത് 2 പേർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. താൽക്കാലികമായ ഒരു ആശ്വാസമാണ് അവരതിനകത്ത് കാണിക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ കാണിക്കാൻ പോകുന്നത് പേക്കൂത്തായിരിക്കും. അതിന് നമ്മൾ സാക്ഷികളായിരിക്കും. പിന്നെ ഓവർ കേറേട്ടത്തി കളിക്കുക. കേറേട്ടത്തി വാരി കൊടുക്കുന്നു, ഊട്ടി കൊടുക്കുന്നു. ഇങ്ങനെ കുറേ ഊട്ടലും വാരലുകളും കുതിപ്പിക്കലുകളും ഒക്കെ ചെയ്യുന്നവൾമാരാണ് ഏറ്റവും കൂടുതൽ ഫ്രോഡ് വേലകൾ കാണിക്കുന്നതെന്ന് ചുരുക്കം. ഇതൊന്നുമില്ലാതെ മാന്യമായുള്ള സ്നേഹവും സഹകരണവും ആണെങ്കിൽ അത് ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. ഗബ്രി ആയാലും ഞാൻ അടുത്ത പപ്രി ആയാലും ചപ്രി ആയാലും അവൾക്കിത് ശരിയായില്ല, മടുത്താൽ അവൾ അടുത്ത കണ്ടം ചാടും. അവൾക്ക് ആ ഒരു ഉളുപ്പില്ലായ്മ, ആ ഒരു ഉളുപ്പിൻ്റെ ആ ഒരു അതിർ വരുമ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചക്ക, എന്ത് വാഴ, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി ആയില്ലേ? എനിക്ക് ക്ലാരിറ്റി ആയി. നിങ്ങൾക്ക് ക്ലാരിറ്റി ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം മെനക്കെട്ടിരുന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാരിറ്റി ഇല്ലായ്മയാണ് അവരുടെ ക്ലാരിറ്റി എങ്കിൽ അമ്മക്ക് ആ ക്ലാരിറ്റിയിൽ നിന്ന് ഒരു ക്ലാരിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. പൊന്ന് കേടി എണ്ണ എത്രയും പെട്ടെന്ന് മോക്ക് ഒരാളെ ഒപ്പിച്ച് കൊടുക്കില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ വാങ്ങിക്കും കേട്ടോ. ഏതായാലും പ്രിക്കോഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പെണ്ണുമ്പോഴൊക്കെ അറിയാവുന്നതിടത്തോളം വേറെ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. അല്ലാത്ത പക്ഷം ഇത് വല്ലാത്ത പ്രശ്നങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. ഞാനത് വായിക്കുന്നതായിരിക്കും. നല്ല വിമർശനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നന്ദിയുണ്ടായിരിക്കും.
മോശപ്പെട്ടതാണെങ്കിൽ പിന്നെ നമ്മളും അങ്ങനെയൊക്കെ ആവും. എന്തിങ്ങോട്ട് തരുന്നോ അങ്ങോട്ടും അത് തന്നെ തരാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. താങ്ക് യു സോ മച്ച്.